ഇരന്മാരെല്ലാം ഒന്ന് ഇതാവുന്നതിന് മുമ്പേ വന്നിരിക്കണതാണ്. നമ്മളങ്ങോട്ട് പോണ്ട അതാരാ പോണേ? അതാണ് ഞാൻ ചോദിക്കണത്. ഇതൊക്കെ എല്ലാ പ്രശ്നം ഇപ്പൊ തീർക്കാം. വെയിറ്റ് കണ്ണു വേണ്ടേ? ഈ റോള് കിട്ടിയമാരൊക്കെ ഇല്ല ഒന്നും ചെയ്യണ്ട വെയിറ്റ് നമ്മളെല്ലാരും ഒന്ന് തിരിച്ചു വരട്ടെ. പോയവരൊക്കെ ഒന്ന് തിരിച്ചു വരട്ടെ. വെയിറ്റ് ചെയ്യടാ നമ്മളെല്ലാരും ഒന്ന് ഗണ്ണും ബുള്ളറ്റും ഒന്ന് എല്ലാവർക്കും ഒന്ന് കിട്ടട്ടെ. ബുള്ളറ്റ് എല്ലാരും വണ്ടികളുണ്ട്, അതുകൊണ്ട് ഇത്രയും മതി. അത്യാവശ്യം അവിടൊക്കെ ആരടാ പോയി എടാ AFK എന്നവനൊക്കെ കൊന്നറായമാര് ഇവരൊക്കെ ആരടാ അവന്മാരൊക്കെ? ഈ പുണ്ടച്ചുകൾ എന്ന് ഞാൻ നോക്കി കാണിക്കാൻ പോണ ഈ മൈരുകളെ നോക്കി ഇവന്മാരെ ചില്ലറ കഴപ്പൊന്നുമല്ലേ കാണിക്കുന്നത്. എല്ലാം കൊമ്പാച്ചന്റെ അണ്ടി വെയിറ്റ് എടാ അവ AFK ആടാ. മാർവൽ AFK ആയിട്ട് ഇവന് ഡ്രസ് കണ്ടപ്പോഴത്തേക്ക് അടിച്ചവൻ. അവന് ഡ്രസ് വരുന്നുണ്ട് അവന്മാരെ വരുന്നുണ്ട്. ബുള്ളറ്റ് എടാ എല്ലാരും ഒരുമിച്ചോ? എല്ലാരും ഈ പിങ്ങിലോട്ടോ ഈ പിങ് ഒരുപാട് പിങ് കാണുന്നുണ്ടോ? മൾട്ടിപ്പിൾ പിങ് കാണുന്ന ഏരിയയിലോട്ടോ. ടെക്സാസിന്റെ ഗ്യാങ്സിന്റെ അടുത്തോട്ടോ എല്ലാരും. അണ്ണ മാത്രം ഇവിടുന്ന് നേരെ മണി ടർഫ് റിപ്പയർ, അവിടുന്ന് നേരെ ഹൈവേ. ഓക്കെ അങ്ങനെ പോ എല്ലാരും ഒരുമിച്ചല്ലേ? എല്ലാരും ഒരുമിച്ചുണ്ടല്ലോ? 1 2 3 4 4 വണ്ടി. എല്ലാ വണ്ടികളും ഒരുമിച്ചുണ്ടാ? 5 വണ്ടിയുണ്ട്. ഓക്കെ അമ്മാര് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. എടാ നമ്മൾ ലാസ്റ്റ് വണ്ടിക്ക് പിറ്റ് വരുന്നുണ്ട്. അവരിറങ്ങി ഈ പിങ്ങിലിറങ്ങി ബാങ്കിൽ ഇറങ്ങി നിങ്ങൾ ഒരുമിച്ചാവും എന്നിട്ട് എല്ലാ റിപ്പയറിന്റെ അവിടോട്ട് വരാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇപ്പൊ ഫൈറ്റ് ഉണ്ടോ? എടാ ചില്ല ഞാൻ കോൾ വിളിക്കാം വെയിറ്റ് ആർക്കെങ്കിലും ഇപ്പൊ ഫൈറ്റ് ഉണ്ടായോ? എടാ അപ്പൊ ഈ പിങ്ങോ എല്ലാരും ഈ പിങ് വരും. എന്റെ പിങ് വരുമോ? ഈ പിങ് എന്റെ ബാങ്കിന്റെ ബാക്ക് സൈഡ് ഈ പിങ് വാ. ഇപ്പൊ കാണുന്ന റിപ്പയറോ ഇനി റിപ്പയറോ എല്ലാ റിപ്പയറോ സെറ്റ് മണി ടർഫിന്റെ റിപ്പയറോ അടിക്കാന്നോ മണി ടർഫ് റിപ്പയറോ എല്ലാരും അടിച്ചോ വരാനേ അടിച്ചോ അവന്മാരെ വരുന്നു എല്ലാം വരുന്നുണ്ട്. മണി ടർഫ് റിപ്പയർ വരുന്നുണ്ട്. ഈ മല ഇവിടെ ഇറങ്ങി വണ്ടി എടാ പിങ് നോക്കാം. അവൻ പിങ് നോക്കും. ഏത് പിങ്? ഇല്ല ഹൈവേ 2 വണ്ടി റിപ്പയർ ചെയ്യുന്നേ. എടാ വരുന്നേ ഒരു വണ്ടി അടിച്ചോ ഇല്ല ബാക്കിൽ നിൽക്കണ്ട ഒരു വണ്ടി വെച്ച് ബാക്കി എല്ലാവരും എടാ ഈ പിങ്ങിലെ ആളെ ഈ റെഡ് പിങ്ങിലെ ആളുണ്ട്. എന്റെ
ലെഫ്റ്റ് അണ്ണാവര് അവിടെ തന്നെ ഇറങ്ങണം. ഇവിടെ 2 വണ്ടി ഇറങ്ങി. ഇവിടെ ഇറങ്ങി ഇവിടെ കുത്തിരി എല്ലാരും ഈ പിങ്ങില് പെട്ടെന്ന് കുത്തിരി എല്ലാരും കുത്തിരി എടാ നമ്മൾ ഇവിടെ എടാ ബാക്കിൽ വന്നേ എടാ ബാക്കിൽ വന്നേ നമ്മളെ ബാക്കിലാണ് വന്നേ പിതുക്കാനായിട്ട് എടാ ബാക്കിലാണ് വന്നേ അടുത്തോട്ട് പോ ബാക്കിലാണ് വന്നേ റൈറ്റ് കൂടി കയറാ വല്ല റൈറ്റ് ആംഗിൾ പിടിച്ചോ വേറെ എന്താ റീലോഡ് ആവുന്നില്ല എടാ ഇതെന്തൊരു ബഗ്ഗാണ് എന്തൊരു ഒന്നും റീലോഡൊന്നും ആവുന്നില്ലല്ലോ നമ്മുടെ കളിയായിരുന്നു അടിയടാ അവിടെ നിൽക്കാതെ കേറി വാ മെത്തടിച്ച് ഞെക്കടാ കേറി വാ നിക്കണ്ട കേറി വാ ഹെറോയിൻ അടിച്ച് കേറി വാ മെമ്മറി വണ്ടിയിലുണ്ട് ഹെറോയിനും മെത്തും അടിച്ച് കേറി വാ എടാ മെത്തടി മലക്കറ ബാക്കില് അടി ഇവിടെ കഴിഞ്ഞോടാ നിന്റെ കളി കഴിഞ്ഞോ കഴിഞ്ഞോ ഗുഡ് ഗെയിം അടുത്ത തവണ കേട്ടാ ഇനി ഒരു തവണ വാ നമുക്ക് അപ്പൊ നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യമില്ല എടാ എന്തൊരു അണ്ടിയാ കാര്യമില്ലല്ലോ ബ്രോ പിയിലും പറയൊക്കെ അടിച്ച് മുമ്പ് എന്തൊരു പറയടേ മൈര ഫൈറ്റ് കൊണ്ടപ്പോ ഒരു മൈര എന്തൊരു പറയാന്തോ എന്തൊരു അണ്ടി മൈര ഒരു ഗണ്ണും മൈര ഒരു അരമണിക്കൂറത്തേക്ക് ഗണ്ണും വരുന്നില്ല അണ്ടിയും വരുന്നില്ല എന്തൊരു അണ്ടിയാന്തോ ഹലോ ഹലോ കേക്കാമോ ഹലോ ഹലോ ബ്രോ കേക്കാമോ കേൾക്കുന്നില്ല ഹലോ അപ്പൊ നമ്മളെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇച്ചിരി മുമ്പേ അപ്പൊ നമ്മള് മെജോറിറ്റി ഓഫ് ദി ആളുടെ ഡൗൺ ആയി നമ്മള് പപ്പടം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് ലൈവ് ഉണ്ടായിരുന്നത് പപ്പടം എന്നിട്ട് ഫ്ലഫി ആണല്ലോ ഇത് ഇട്ടത് എന്തിന് അല്ല അത് ഞങ്ങള് ഇവിടെ ഞങ്ങൾക്ക് അതിന്റെ ഇത് അറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷൻ ബ്രോ ഞാൻ ചോദിക്കട്ടാ നിങ്ങൾ ഗാങ്ങിൽ എത്ര പേരുണ്ട് ഞങ്ങളെ ഗാങ്ങില് 27 അതിൽ എത്ര ഇന്നലെ ഇപ്പൊ കുറെ ആൾക്കാർ നിങ്ങൾ റിക്രൂട്ട്മെന്റ് എടുത്തത് അതെ ഇന്നാണ് റിക്രൂട്ട്മെന്റ് എടുത്തത് അവരൊക്കെ നിങ്ങളുടെ ഗാങ്ങിൽ ഉള്ളതാണോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായി പുറത്ത് നമ്മള് റിക്രൂട്ട്മെന്റ് മറ്റേ ലൈവ് നമ്മളെ കണ്ടില്ലായിരുന്നു അതാ ചോദിച്ചത് അല്ല അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അതെ എനിക്ക് അറിയത്തില്ല ഞാൻ സരക്കെ
നമ്മൾ നോക്കിയപ്പം ഇതില് ഗാങ്ങിന് പുറമെ സിറ്റിസൺസ് ആണ് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ ഇതില് ഇല്ല അത് നിങ്ങൾ പുറത്ത് ചോദിച്ചാൽ വേണമെങ്കിൽ അഡ്മിൻസിന്റെ അടുത്ത് നമ്മൾ ഓൾറെഡി സിറ്റിസൺ ഡ്രസ് ഉള്ള ആരുമില്ല. ആര് കയറാൻ ഇവിടെ ഇല്ല ആരുമില്ല. നമ്മൾ അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ അല്ല, പക്ഷെ നമുക്കിപ്പോ ഇവിടെയും നമുക്ക് അറിയേണ്ട ഒരു കാര്യമില്ല. ഇല്ല, നമ്മളെല്ലാരും റീ ഡ്രസ് ഇട്ടവരെ കളിച്ചിട്ടുള്ളൂ, ഗാങ് ഡ്രസ് ഇട്ടവരെ കളിച്ചിട്ടുള്ളൂ. പറഞ്ഞേ അതായത് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അഡ്മിനെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് അതല്ല. അതായത് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ പുതിയ നിങ്ങളായിട്ട് മെമ്പേഴ്സിനെ കയറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് അത് അറിയേണ്ട ഒരു പ്രോപ്പർ ഇതിനാണ് ഗ്യാങ് ചാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചേക്കുന്നത്. ഏത് ഗ്യാങ് ചാറ്റ്? ഗ്യാങ് ചാറ്റ് നമ്മളിപ്പോ സാറ്റലൈറ്റ് ആയിട്ട് ഒരു ഗ്യാങ് ചാറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. മനസ്സിലായി, അത് തന്നെയാ പറഞ്ഞത്. കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഓൾറെഡി നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ, പുറത്ത് അറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അഡ്മിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടാണ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഞങ്ങള് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. സിറ്റുവേഷൻ വന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞങ്ങള് വാറ വിളിക്കാം. നമ്മുടെ ഈ വാരം കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതാണ് പറയാൻ. അതെന്താ പറ്റി? അല്ല, നമ്മുടെ ആൾക്കാർ കുറവുണ്ടായിരുന്നേ. അല്ല, വാറ വിളിക്കാൻ 15 നമ്മുടെ ആൾക്കാർ കുറച്ച് പോയിരുന്നു, അതാണ്. അതെന്ത്? അതുകൊണ്ട് അല്ല, ഒന്നാമത്തെ കാര്യം അല്ല, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നിങ്ങളിൽ അധികം സിറ്റിസൺസ് ആണ്. അവര് നമുക്ക് ഞാനിവിടെ ബ്രോ കോഹ്ലിയോട് സംസാരിക്കുന്നുണ്ട് ഫ്ലഫി. അല്ല, ഞാൻ ലീഡറാണ്, കോഹ്ലിയുടെ അല്ല. സോറി, ലീഡറിന്റെ അടുത്ത് ഞാൻ സോറി ഞാൻ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് നമ്മളെ ഇതിൽ നോക്കുമ്പോൾ അതില് ഇറങ്ങിയിരിക്കുന്ന എത്ര 5 6 എത്ര നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ല, ഞാനൊരു കാര്യം പറയാട്ടോ, സിറ്റിസൺ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനെ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോഴും അഡ്മിൻസും പറയണേ ഞങ്ങൾ ഇവിടെ സിറ്റിസൺസ് വെച്ചാൽ കളിച്ചെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വാർ അക്സെപ്റ്റ് ചെയ്യണ്ട. പ്രശ്നം തീർന്നില്ലേ? ഇത് ഞങ്ങളല്ലാതെ ഇതിന്റെ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് അല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വാറ് ഞങ്ങള് വാറ് കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ആളില്ല എന്ന് പറയാനായിട്ട് ഇവിടെ പ്രീ വാറ് കളിച്ചിട്ട് നിങ്ങൾക്ക് ആളില്ല എന്ന് പറയുന്നത് ഒരു ഇതല്ലല്ലോ ബ്രോ. ഓൾറെഡി നിങ്ങൾ ആളുടെ റീസൺ മാത്രമല്ല, നമ്മളെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങിയ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് നിങ്ങൾ അഡ്മിൻസിനെ വിളിച്ച് ക്ലിയർ ചെയ്ത് ഞങ്ങൾ ചോദിച്ചോ ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. പറഞ്ഞോ ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു, അഡ്മിൻ അടുത്ത് ചോദിച്ചു ക്ലാരിഫൈ ചെയ്തു. ഞങ്ങള് അതല്ല നമ്മളെ ഇവിടെ ഇടയിലായിട്ട് കൺഫ്യൂഷൻ വന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഒരു സെക്കൻഡ്. കാരണം ഈ മെമ്പേഴ്സിന്റെ കേസ് നേരത്തെ മറ്റേ സിറ്റുവേഷന്റെ ഇടയിൽ വന്നപ്പോ, കാരണം നിങ്ങളുടെ ഇപ്പോ പുതിയതായിട്ട് എടുത്ത ആരെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വന്നായിരുന്നു. ഇല്ല, ഞങ്ങൾ സിറ്റിസൺസ് എല്ലാരെയും ഗ്യാങ് ഡ്രസ് ഇട്ടുള്ളവരെ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഓൾറെഡി വെളിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ മനസ്സിലായില്ലേ, നമ്മൾ റിവീൽ ആക്കുന്ന സീൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് റിവീൽ ആക്കി, അത്രേ ഉള്ളൂ. നിങ്ങൾ മറ്റേ പുറത്ത് റിവീൽ ചെയ്ത് സമ്മതിച്ചു. പക്ഷെ നമ്മളിപ്പോ ഒരു പുതിയ ആൾക്കാരെ ഇതാക്കുമ്പോ ഇപ്പൊ നമ്മള് ഞാൻ ഇവിടെ ഇട്ടല്ലോ, ചാറ്റിൽ ഇട്ടല്ലോ. മേ ബി അതുകൊണ്ടായി. ഇവിടെ സൈഡില് ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓൾറെഡി ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ മെമ്പേഴ്സിന്റെ പേരെല്ലാം. ജസ്റ്റ് ഇപ്പൊ വാർണേഴ്സ് അല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് നിങ്ങൾ പോവല്ലേ? ഇല്ല ഞങ്ങള് ഒരു സെക്കൻഡ് ഇപ്പൊ തന്നെ സെറ്റാക്കാം. ഹലോ, വാറടിക്കാൻ താല്പര്യമില്ലേ നിനക്ക്? എന്താടാ നമ്മളില്ലടാ വാറില്. നീ വാറില്ലേ? സ്ഥിരം പരിപാടിയാണെന്നാണല്ലോടാ കേട്ടത്. ആര് നമ്മളാ? നമ്മളങ്ങനത്തെ പണിയില്ല മച്ചോ. അറിയത്തില്ല എനിക്ക്, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇറങ്ങാറില്ല. അവര് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു ഇറങ്ങത്തില്ല. കണ്ണ് കെട്ടാണ്ട് ഇത് വേണ്ടി വെച്ചിരിക്കണേ. ബിയറിലോട്ട് വേണം നീ. വേറെ ഒരു കേസ് ഉണ്ട് എണ്ണ. അതായത് ഇപ്പൊ ഇവന്മാര് അതായത് വാർക്ക് ഇവർക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് വാർ റിജക്ട് ആക്കുവാന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് അങ്ങ് പൊക്കോണം. അങ്ങനത്തെ രീതിയിൽ എന്തോ ഉണ്ട്, എന്തൊക്കെയുണ്ട്. പക്ഷെ അത് നമുക്ക് വാർ എന്തായാലും വേണം. അവന്മാര് സോറി പറയണോ, അല്ലെങ്കിൽ വാർ റിജക്ട് ആക്കണം, അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, ഒരാളുടെ അടുത്ത് ചോദിക്കണം.
ചെയ്യൂ അത്രയ്ക്ക് അവന്മാരത് ചെയ്യില്ല. അവനല്ല വാർ എന്തായാലും നമുക്ക് അടിക്കണം. വാർ അടിക്കണതിന്റെ അല്ല, ആ റിജക്ട് ചെയ്യണം. അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. റിജക്ട് ചെയ്യാനായിട്ട് റീസൺ ഇല്ലല്ലോ. നമ്മള് എന്തിനാണ് ഇതിൽ റിജക്ട് ചെയ്യാനായിട്ട് എന്താണ് റീസൺ ഉള്ളത്? എല്ലാം ഉണ്ടല്ലോ, പ്രോപ്പർ ആയിട്ടല്ലേ വേറെ വിളിച്ചത്. സ്വഭാവമാണെന്നാണ് ഇത് കേട്ടത്. അല്ല ഇത് എല്ലാരും എടുത്തും എന്തേരെടുത്തും എല്ലാം ഇത് തന്നെയാണെന്നാണ് കേട്ടത്. വാറടിക്കാൻ പടി അല്ലെങ്കിൽ 15 അണ്ണ ഈ 10-20 പേര് വരുമ്പോഴത്തേക്കും ലക്കാണ്. ഈ 15 പേര് വെച്ച് അടിക്കാൻ അതിലൊക്കെ പേടിയാണ് ഇമാർക്ക്. അതാണ് സംഭവം. അതിപ്പോ ഏത് ഗ്യാങ് ആയാലും അല്ല ഈ നാശം പിടിച്ച പിയാലും പറയും ഒരുമാതിരി വെറുപ്പറയാണ് വെച്ച് മനസ്സിലായി. എന്റെ പിയോ എടുത്ത് നോക്കിയത് വെറുക്കും. അണ്ണ നമ്മളെ കണ്ടില്ലല്ലോ, ഞങ്ങളുടെ ഫ്രണ്ടില് എല്ലാരും അരങ്ങാണ്ടിരിക്കണ്. ഞാനാണെങ്കിൽ എന്റെ മാതിരി കോൾ ഔട്ടും ഇല്ല, മനസ്സിലായില്ലേ എന്തിനു പറ്റിയെന്ന് അറിയാൻ. നിങ്ങളും ആരും ഇല്ല, അവര് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ രണ്ടുപേരെ അടിക്കാൻ നോക്കി, പറ്റുന്നില്ല. അങ്ങ് പോവാണ് നടന്ന്. എന്റെ മൈൻഡ് പോലും വെക്കുന്നില്ല അടിക്കാൻ. അത് ഇതുണ്ടോ പി എന്റെ ഇഷ്യൂ ആയിരുന്നു? എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് എന്നെ വേറെ ഏതോ സൈഡിൽ നിന്ന് അടിച്ചിട്ട്. പക്ഷെ നിങ്ങളാരെയും ഞാൻ കണ്ടില്ല കേട്ടോ എന്റെ POVയില്. നിങ്ങൾ ഇന്നിപ്പോ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് ഇന്നാണല്ലോ? അതല്ല നമ്മളിപ്പോ സാറ്റലൈറ്റില് ഇപ്പൊ ഈ മെമ്പേഴ്സിനെ നമ്മളിപ്പോ എത്ര പേര് നമ്മുടെ ഗ്യാങ്ങിൽ ഇടുന്ന് ഇപ്പൊ ഇതാക്കണല്ലോ. അപ്പൊ അത് നമ്മൾ നിങ്ങൾ ഇന്നായിരുന്നോ ചെയ്തെന്നാണ് ചോദിച്ചത്. ഇവിടെ മീൻസ് നിങ്ങള് ഇവിടെ സിറ്റിയുടെ അകത്ത് റിവീൽ ചെയ്തെന്നാണ്, അല്ലാണ്ട് സിറ്റിയുടെ അകത്തല്ല. അല്ല ഡിസ്കൗണ്ട് സാറ്റലൈറ്റ് ആണെങ്കിൽ അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിവീൽ ചെയ്യേണ്ടെന്ന് അഡ്മിനോട് ഓൾറെഡി പറഞ്ഞു വെച്ചത് മനസ്സിലായി. അവര് അതായത് നിങ്ങളിപ്പോ സൺഡേ അപ്ഡേറ്റ് ചെയ്തായിരുന്നു, അതിനുശേഷം അങ്ങനെ ഇന്നത്തേക്ക് നമ്മൾ ചെയ്തേ ഉള്ളൂ. അല്ലാതെ അത് അല്ലെങ്കിൽ പിന്നെ അവിടെ മനസ്സിലായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലായി. അതല്ല അത് കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്തിട്ട് അത് നിങ്ങളോട് അഡ്മിനോട് ചോദിച്ചാൽ അഡ്മിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അറിയാം, അത് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ അത് പറഞ്ഞു അഡ്മിനോട് ഇതായിരുന്നു ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. അതെ പരിപാടി, അതെ ഇവിടത്തേക്ക് ഇന്നത്തേക്ക് മാറ്റി വെച്ചതേ ഉള്ളൂ. അഡ്മിനോട് ഓൾറെഡി ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടെല്ലാം ചെയ്തിട്ടുണ്ടാവും. അഡ്മിനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയാലും മതി. ഇത്ര നേരം ഒരു മാന്യത ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഭയങ്കര മാന്യത. അല്ല അത് കുഴപ്പമൊന്നുമില്ല. എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് ഇതാണ് റീസൺ എന്നൊക്കെ പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അഡ്മിനോട് നമ്മൾ പറയേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഇവര് പിന്നെ സിറ്റിസൺസ് കളിച്ചു എന്നൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് അതിന്റെ ആവശ്യമില്ല എന്നാ, നോക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞ നമ്മള് റിക്രൂട്ട്മെന്റ് എടുക്കണത് ഇത് ഉമ്മാരി നോക്കേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ റിക്രൂട്ട്മെന്റ് നോക്കിയാണ്. അല്ല ഇനി എന്തൊരു റീസൺ പറയാൻ എനിക്കറിഞ്ഞാ അമ്മര് പറയുമ്പോ ആളിറങ്ങി പോയി എന്നൊക്കെ വേണേ പറയും. ഇത്ര നേരം 15 പേര് ഇത്രയും പേരുള്ളിടത്ത് 15 പേര് കളിക്കാം. 20-25 പേരൊക്കെ വെച്ച് കളിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 15 പേരെ കയറ്റാണോ പാട്? ഇതൊക്കെ ഒരു വാലിഡ് റീസൺ ഇല്ലല്ലോ ഇത്. കേക്കാവോ? ഓ പറഞ്ഞു. നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ പ്രോപ്പർ ആയിട്ടൊരു സാധനം തന്നിട്ടില്ല. അപ്പം അവര് സാധനം തന്നിട്ടില്ലെന്ന് ഇല്ല, നിങ്ങൾ പറഞ്ഞ സാധനം അവര് നമുക്ക് തന്നിട്ടില്ല. എങ്ങനെ തന്നിട്ടില്ലെന്ന് ബ്രോ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി അതിൽ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അവിടുത്തെ അഡ്മിൻസിനെ അറിയാമല്ലോ അത്. അവർ അഡ്മിൻ വന്നപ്പോ നമ്മൾ പറഞ്ഞപ്പോ അവരതല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പറഞ്ഞ സാധനം അല്ല അവർ പറഞ്ഞത്. പേരെന്തോ പറഞ്ഞിട്ട് അവര് പോയി. എന്തിനു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളി, നമുക്ക് ഒരുമിച്ച് നമുക്കിവിടെ സംസാരിക്കാം. ഈ റോളിന്റെ കേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത കേസ് അവിടെ വെളിയിലത്തെ ഏത് അഡ്മിനായിട്ടായിരുന്നു ഇതാക്കിയതെന്ന് ഇതൊന്ന് ക്ലിയർ ആക്കിയാ ഇവിടെ. മറ്റേ റോളിന്റെ കാര്യം അപ്ഡേറ്റ് പുറത്ത് ചെയ്തില്ലേന്ന് ഓൾറെഡി. അതിന്റെ കേസ് മാനേജ്മെന്റ് കേട്ടാണ്. ഓക്കെ അത് അത് ഇപ്പൊ ഇവർക്ക് ക്ലിയർ അല്ല എന്നത് സംഭവം. സംസാരിക്കട്ടെ, അതൊന്ന് ക്ലിയർ ഇവർക്ക് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന അഡ്മിൻ ഇവർക്ക് അതിന് കൺഫർമേഷൻ കൊടുത്തില്ലെന്ന് അങ്ങനെ ഈ അവിടുത്തെ നന്ദു എന്ന് പറയുന്നൊരു പുറത്ത് മനസ്സിലായില്ലേ, പുറത്തെ പേരതാണ്. അപ്പം അതല്ല ബ്രോ ഇവിടെ ഒരു സംഭവം ഇവിടെ ശനിയാഴ്ച ഒരു എനിക്കറിയാം ബ്രോ, അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് എനിക്കത് അറിയാതിരിക്കും. കോമൺ ആയിട്ട് കാണുന്നിടത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യണം ബ്രോ. അത് പറഞ്ഞല്ലോ നമ്മള് ഇവിടെ ഇതൊരു ഇതായി ചെയ്യുന്ന സമയത്ത് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ചോദിക്കാം ഇത് വിളിക്കാം. നിങ്ങൾ വിളിച്ചാ നിങ്ങൾ ഹെൽപ്പ് ഇട്ടുണ്ടോ?
നമ്മൾ ഇല്ല, സംസാരിച്ചായിരുന്നു നമ്മളിവിടെ നമുക്കൊരു എടാ ഒന്ന് confirmation ഹെൽപ്പ് കിട്ടിയിട്ടില്ല. ഹെൽപ്പ് അവര് പറഞ്ഞതാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് ആ അതാ ഞങ്ങള് തന്നെ വെറുതെ പറഞ്ഞല്ലോ പറയും ഞങ്ങളതാ പറഞ്ഞ ഞങ്ങൾ അത് ഉറപ്പായോണ്ടല്ലേ ഞങ്ങൾ നിങ്ങളടുത്ത് അങ്ങനെ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് സിറ്റുവേഷൻ എടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ വരൂലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും പേരെ സിറ്റുവേഷൻ ഞങ്ങൾ എടുക്കൂലല്ലോ. ബ്രോ ഞാൻ ഒരു കാര്യം അതല്ല പറഞ്ഞോട്ടെ? നമുക്ക് ഇങ്ങോട്ട് ഇപ്പൊ അണ്ണാ, ഒരു minute ഞാൻ പറയുന്നത് സംസാരിച്ചോട്ടെ? പറയുന്നത് എടാ, ക്രൈസ് ഒരു wait. പറഞ്ഞോ ബ്രോ. ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പോ പറഞ്ഞോ. ഗ്യാങ് മീറ്റിംഗ് അല്ലേ, നമ്മുടെ അകത്തെ മീറ്റിംഗ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇതെന്തായാലും റോങ് ആയിട്ട് അടിക്കുവാണെങ്കിൽ വെളിയിൽ എന്താന്ന് വെച്ചാൽ വലിക്കുക. അപ്പൊ നിങ്ങൾ അല്ല പറഞ്ഞോട്ടെ ബ്രോ. വെയിറ്റ് അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒന്നതാര് സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ സാറൊക്കെ അകത്ത രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതില് മീറ്റിംഗ് വിളിച്ചത് ഫ്ലഫിയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. മീറ്റിംഗ് വിളിക്കണം നിങ്ങള് അങ്ങനെ രീതി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രീതി പറഞ്ഞത്. അകത്ത രീതി നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോ എങ്ങനെ നോക്കിയാലും പറ്റൂല എന്നാണ് പറയണത്. ഞങ്ങൾക്ക് എന്റെ നെറ്റ് ഇതായിപ്പോടാ മൊത്തത്തിൽ. അണ്ണ ലാസ്റ്റ് എവിടെ കേട്ടോ അവൻ പറയണത്? അവൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് കത്തിപ്പോയി. ഇല്ലല്ലേ, ഞാൻ പിക്ക് ചെയ്ത് അണ്ണാ ഇവൻ മറ്റേ ജോസൂട്ടി ഉണ്ടല്ലേ, അവൻ വന്നിട്ട് പറഞ്ഞു അഡ്മിൻ, അതായത് എന്താ പറയാ, ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. ഞാനൊന്നും അഡ്മിനെ വിളിച്ചിട്ട് അഡ്മിൻ വന്നിട്ടില്ല. ഇവ അഡ്മിനോട് സംസാരിച്ചോ തന്നെ ഒരു ഡൗട്ട്. ചുമ്മാ അവിടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചു. ലാസ്റ്റ് എന്നിട്ട് ഫ്ലഫി പറഞ്ഞു കളിക്കാതിരിക്കാൻ വേണ്ടി 1001 റീസൺ ഒക്കെ പറഞ്ഞേ. ഇല്ല, ലാസ്റ്റ് ഫ്ലഫി പറഞ്ഞ്, അതായത് നമുക്ക് ബെല്ലാരി അന്തേരി അവരൊക്കെ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ അതായത് പ്രീ വാർ കളിച്ചിട്ട് വാർ അടിക്കാണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോസെട്ടിക്കൊക്കെ പൊട്ടി. ജോസെട്ടി എന്നിട്ട് പറയുന്നത്, അതായത് ഓ അങ്ങനെയാണോ, ആ ഫസ്റ്റ് യൂസ് എന്നാ ഞാൻ പറയാം, നീയാണ് മറ്റേ വാർ ചാറ്റ് ഇട്ടത് മീറ്റിംഗ് വിളിക്കാൻ, അത് പറ്റത്തില്ല, അപ്പഴാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ എന്നാ വാർ അടിക്കണില്ല, സോറി ഇത് പറഞ്ഞിട്ട് പോകും. പെട്ടെന്നൊരു സോറി ഒക്കെ പറഞ്ഞിട്ട് പയ്യൊക്കെ പോയി. ഇവിടെ അങ്ങനെ റൂൾ ഉണ്ടല്ലേ, വാറടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ സോറി പറയണമെന്ന് പറഞ്ഞു. സോറിക്ക് ഒരു വില ഇല്ലാണ്ടായി പോയി, മനസ്സിലായില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടെ. ഇവന്മാരൊക്കെ പോകും കുറച്ച് കഴിയുമ്പോഴേക്കും പയ്യെ ഇങ്ങനെ ഇറങ്ങും. ഇവിടെ എങ്ങനെയാണ് കൂൾ ഡൗൺ ഉണ്ടോ? ഇല്ല, ഇത് പ്രീവാറല്ലേ, പ്രീവാറിന് എന്ത് കൂൾ ഡൗൺ, വാറിനല്ലേ കൂൾ ഡൗൺ. നമ്മള് വാറടിച്ചിട്ടില്ലല്ലോ, നാളെ മറ്റന്നാളോ എല്ലാ ദിവസവും അങ്ങ് അടിക്കാം. കഴിയുമ്പോഴേക്കും പയ്യെ ഇങ്ങനെ ഇറങ്ങും. ഇവിടെ എങ്ങനെയാണ് കൂൾ ഡൗൺ ഉണ്ടോ? ഇല്ല, ഇത് പ്രീവാറല്ലേ, പ്രീവാറിന് എന്ത് കൂൾ ഡൗൺ, വാറിനല്ലേ കൂൾ ഡൗൺ. നമ്മള് വാറടിച്ചിട്ടില്ലല്ലോ, നാളെ മറ്റന്നാളോ എല്ലാ ദിവസവും അങ്ങ് അടിക്കാം. വരുന്ന ദിവസങ്ങളിലൊക്കെ കിട്ടുമ്പോ ഒക്കെ ഇങ്ങനെ കളിക്കാനാണ് പിന്നെ എന്തിനാ കളിക്കുന്നത്? ഒരുമാതിരി പ്രീവാർ പോലത്തെ സിറ്റുവേഷൻ എടുത്തിട്ട് ഇറങ്ങി പോകാനാണ് കളിക്കുന്നത്. ഞാൻ പറയട്ടെ, 24 hours കഴിഞ്ഞാലല്ലേ ഒരു സിറ്റുവേഷൻ പോകത്തുള്ളൂ, ലൈക്ക് ഇതാവത്തുള്ളൂ. ഇപ്പൊ 24 hours നാളെ ഇതേ സമയത്തല്ലേ 24 hour ആവുള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് എപ്പോ വേണമെങ്കിലും അടിക്കാം, ഉച്ചയ്ക്കും വൈകുന്നേരം ആർക്കെന്ന് വെച്ചാൽ അടിക്കാം. അവൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സോറി പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം, എന്നിട്ട് കിടന്ന് വണ്ടിയുടെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുണച്ചുകൊണ്ടിരിക്കുന്നു.